മനുഷ്യൻ എന്തിനാണ് ജനിച്ചത്? നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭഗവത്ഗീതയിലെ ആ വലിയ രഹസ്യം. നിൽക്കൂ, ഇതൊരു കഥയല്ല. ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അവസാനം ഞാൻ എന്തിനാണ് ഈ ലോകത്ത് വന്നത്? രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോകുക, രാത്രി ഉറങ്ങുക, വീണ്ടും രാവിലെ എഴുന്നേൽക്കുക. ഇതാണോ ജീവിതം? ഇതാണോ ജനിച്ചതിന്റെ ഏക ഉദ്ദേശ്യം? തിന്നുക, സമ്പാദിക്കുക, കുട്ടികളുണ്ടാകുക, അവസാനം ഒരു ദിവസം മരിക്കുക. ഇതൊക്കെ തന്നെയാണെങ്കിൽ പിന്നെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൃഗങ്ങളും ഇതുതന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ദൈവം മനുഷ്യനെ മനുഷ്യനായി സൃഷ്ടിച്ചത്? ഈ ശരീരത്തിലേക്ക് എന്തിനു അയച്ചു? ഈ ജന്മത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇതൊരു ചെറിയ ചോദ്യമല്ല. ഇതിന്റെ ഉത്തരം ലഭിക്കുന്ന ഒരാളുടെ ജീവിതം പൂർണ്ണമായും മാറിമറിയും. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ സാക്ഷാൽ ഭഗവത്ഗീതയിലെ അറിവിൽ നിന്ന് നേരിട്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ ഇതുവരെ കണ്ടിരുന്ന അതേ വീക്ഷണകോണിൽ നിന്ന് ഇന്നു മുതൽ നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണില്ല. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അവ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് മനുഷ്യനെ ഉള്ളിൽ നിന്ന് ഇളക്കിമറിക്കും. അതിനാൽ തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോയ്ക്കൊപ്പം നിൽക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവിഷ്ടമാണെങ്കിൽ, ഗീതയിലെയും ശാസ്ത്രങ്ങളിലെയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. താഴെ കമന്റിൽ ജയ് ശ്രീകൃഷ്ണ എന്നെഴുതുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയൂ. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, ന ജായതേ മ്രിയതേ വാ കദാചിത്. അതായത്, ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നുമില്ല. ഇത് കേട്ട് നിങ്ങൾ ചിന്തിക്കും, ഭായ്, നമ്മൾ ജനിക്കുന്നുണ്ടല്ലോ, മരിക്കുന്നുണ്ടല്ലോ, പിന്നെ കൃഷ്ണൻ എന്താണ് ഈ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഭഗവാൻ ഇവിടെ ശരീരത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവിടുന്ന് ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. ശരീരം ജനിക്കുന്നു, ശരീരം മരിക്കുന്നു. എന്നാൽ ആത്മാവ് അത് എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, ആത്മാവ് അമർത്യമാണെങ്കിൽ പിന്നെ ഈ ശരീരം എന്തിനു ലഭിച്ചു? ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമെന്ത്? ഇതിനുള്ള ഉത്തരം ഗീതയിൽ വളരെ ആഴത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. നോക്കൂ, ഈ ലോകത്തുള്ള വീട്, വാഹനം, പണം, ബന്ധങ്ങൾ, പേര്, പ്രശസ്തി, ഇതിലൊന്നും നിങ്ങളുടെ കൂടെ വരില്ല. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ജീവിതകാലം മുഴുവൻ ഈ കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല. നാം എന്തിനാണ് ഇവിടെ വന്നതെന്ന് തിരിച്ചറിയുന്ന ദിവസം അന്നുമുതൽ ജീവിതം നയിക്കുന്ന രീതി തന്നെ മാറും. നിങ്ങൾ അതേ ജോലി തന്നെ ചെയ്യും, അതേ ബന്ധങ്ങൾ നിലനിർത്തും, അതേ വീട്ടിൽ തന്നെ താമസിക്കും. എന്നാൽ ഉള്ളിൽ വലിയൊരു സമാധാനമുണ്ടാകും, ഒരു ശാന്തത കൈവരും. ഈ ശാന്തതയാണ് യഥാർത്ഥ ജീവിതം. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതായത്, എല്ലാം ഉപേക്ഷിച്ച് എന്റെ മാത്രം ശരണത്തിൽ വരിക. ഇതിനർത്ഥം വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുക എന്നല്ല. ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്ന ആ അഹങ്കാരത്തെ ഉപേക്ഷിക്കുക എന്നാണ് ഇതിനർത്ഥം. രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കാത്ത ആ അത്യാഗ്രഹത്തെ ഉപേക്ഷിക്കുക. എപ്പോഴും മനസ്സിൽ കുടികൊള്ളുന്ന ആ ഭയത്തെ ഉപേക്ഷിക്കുക. ഇതാണ് ഗീതയുടെ യഥാർത്ഥ സന്ദേശം. ഈ ജന്മത്തിന്റെ ആദ്യ ലക്ഷ്യം തന്നെ സ്വയം തിരിച്ചറിയുക എന്നതാണ്. ഞാൻ ആരാണെന്നറിയുക. ഇനി നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ആ ചോദ്യത്തെക്കുറിച്ച് സംസാരിക്കാം. ദൈവമുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് എന്തിനാണ് ഇത്രയധികം ദുഃഖങ്ങൾ? എന്തിനാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ? നല്ല മനുഷ്യർ എന്തുകൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു? ചീത്ത ആളുകൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? ഈ ചോദ്യം ഓരോ മനുഷ്യന്റെയും മനസ്സിൽ വരുന്നു. ഇതിനുള്ള ഉത്തരവും ഗീതയിലുണ്ട്. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. അതായത്, കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ശ്ലോകം ആളുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ആഴം വളരെ കുറച്ചുപേർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. കഠിനാധ്വാനം ചെയ്യുക, ഫലത്തെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക എന്നല്ല ഇതിനർത്ഥം. അത് വളരെ ഉപരിപ്ലവമായ ഒരു ധാരണയാണ്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഈ ലോകം ഒരു പരീക്ഷാ കേന്ദ്രമാണ് എന്നാണ്. ഇവിടെ ഓരോ മനുഷ്യനും തന്റെ മുൻകാല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുകയും പുതിയ കർമ്മങ്ങൾ ചെയ്യുകയുമാണ്. ഇവിടുത്തെ ഓരോ ദുഃഖവും, ഓരോ കഷ്ടപ്പാടും, ഓരോ പ്രശ്നവും ഒരു പാഠമാണ്. അതൊരവസരമാണ്. ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു പരീക്ഷയാണിത്. ഈ കാര്യം മനസ്സിലാക്കുക.
സ്വർണം നിർമ്മിക്കുമ്പോൾ അത് തീയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. വജ്രമുണ്ടാകുമ്പോൾ അതിൽ വലിയ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നു. അതുപോലെ ഒരു മനുഷ്യനെ മഹാനാക്കാൻ ജീവിതം അവന് കഷ്ടപ്പാടുകൾ നൽകുന്നു. ഈ കഷ്ടപ്പാടുകൾ ഒരു ശിക്ഷയല്ല, അത് നിങ്ങളെ മിനുക്കിയെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങളെ മികച്ചതാക്കാനുള്ള ദൈവത്തിന്റെ വഴിയാണിത്. ഇത് മനസ്സിലാക്കുന്നവർ ഒരു പ്രതിസന്ധിയിലും തളരില്ല, അവർ കൂടുതൽ കരുത്തരാകുകയുള്ളൂ. ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ 3 തരം മനുഷ്യരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്: സാത്വികർ, രാജസികർ, താമസികർ. സാത്വികർ ശാന്തരും സത്യസന്ധരും അറിവ് തേടുന്നവരുമാണ്. രാജസികർ എപ്പോഴും എന്തെങ്കിലും നേടാനുള്ള ഓട്ടത്തിലുള്ളവരാണ്, അവർ തങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്നു. താമസികർ മടിയിൽ മുഴുകിയവരാണ്, അവർ സ്വയം ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കുന്നുമില്ല. ഇപ്പോൾ ചിന്തിക്കുക, ഈ 3-ൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയല്ല ഞാനിത് ചോദിക്കുന്നത്. കാരണം നിങ്ങളെ തന്നെ തിരിച്ചറിയാതെ നിങ്ങൾക്കൊരിക്കലും മാറാൻ കഴിയില്ല. സ്വയം അറിയുകയും മികച്ചവരാകുകയും ചെയ്യുക എന്നതാണ് ജന്മത്തിന്റെ വലിയൊരു ലക്ഷ്യം. ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരം ഒരു ക്ഷേത്രമാണെന്നും ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് നിങ്ങളുടെ ശരീരം ഒരു കൃഷിയിടം പോലെയാണ്, അതിൽ നിങ്ങൾ ഏത് വിത്താണോ പാകുന്നത് അത് മുളക്കും. നല്ല ചിന്തകൾ വിതയ്ക്കുക, നല്ല കർമ്മങ്ങൾ വളരും. വെറുപ്പ് വിതച്ചാൽ ദുഃഖം വളരും. ഇതൊരു തത്വശാസ്ത്ര പുസ്തകത്തിലെ കാര്യമല്ല, ഇത് ദൈനംദിന ജീവിതത്തിലെ സത്യമാണ്. എപ്പോഴും നിഷേധാത്മകമായി ചിന്തിക്കുന്ന, എപ്പോഴും പരാതി പറയുന്ന, എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ വന്നാലും അവനത് കാണാൻ കഴിയില്ല. എന്നാൽ ഏത് സാഹചര്യത്തിലും ക്രിയാത്മകമായി നിൽക്കുന്ന, ഏത് പ്രതിസന്ധിയിലും എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ ജീവിതം ക്രമേണ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഗീതയിൽ മായ എന്ന് വിളിക്കപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് മായ? മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്ന വലയാണ് മായ. നിങ്ങൾക്ക് വീടുണ്ട്, വാഹനമുണ്ട്, കുടുംബമുണ്ട് എന്നതല്ല മായ. ഇതെല്ലാം മാത്രമാണ് നിങ്ങളുടെ സർവസ്വവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് മായ. ഇതിനപ്പുറവും ചിലതുണ്ടെന്ന് നിങ്ങൾ മറക്കുന്നതാണ് മായ. ശരീരമാണ് ഞാനെന്ന് കരുതുകയും ആത്മാവിനെ മറക്കുകയും ചെയ്യുന്നതാണ് മായ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ദൈവി ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയ. അതായത് എന്റെ ഈ മായ വളരെ ശക്തമാണ്. ഇത് മറികടക്കുക വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ അസാധ്യമല്ല. ഈ മായയെ മറികടക്കുക എന്നതാണ് ഈ ജന്മത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി നിങ്ങൾ ഒരുപക്ഷേ മുമ്പ് ഇതുപോലെ കേട്ടിട്ടില്ലാത്ത വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറയാം. ഈ മനുഷ്യ ശരീരം 84 ലക്ഷം യോനികൾക്ക് ശേഷമാണ് ലഭിക്കുന്നതെന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്മാവ് ആദ്യം കല്ലാകുന്നു, പിന്നെ വെള്ളം, പിന്നെ മരം, ചെടി, പിന്നെ പ്രാണികൾ, പിന്നെ മത്സ്യം, പിന്നെ മൃഗം, പക്ഷി. ഇവയിലൂടെയെല്ലാം കടന്നുപോയി ലക്ഷക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യ ശരീരം ലഭിക്കുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇത്രയും ജന്മങ്ങൾക്ക് ശേഷം ലഭിച്ച ഈ ശരീരം വെറുതെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രം പാഴാക്കണോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാനും ഓഫീസിൽ പോകാനും രാത്രി തളർന്നു മടങ്ങാനും അങ്ങനെ ജീവിതം തള്ളിനീക്കാനും വേണ്ടി മാത്രമാണോ ഈ ശരീരം ലഭിച്ചത്? അല്ല. ഈ ശരീരം വളരെ വലിയൊരു അവസരമാണ്. വീണ്ടും ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാത്ത ഒരു വലിയ അവസരം. സന്ത് തുളസീദാസ് രാമചരിതമാനസത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ബഡേ ഭാഗ്യ മാനുഷ തൻ പാവ, സുരദുർലഭ സബ് ഗ്രന്ഥൻ ഗാവ. വലിയ ഭാഗ്യം കൊണ്ടാണ് ഈ മനുഷ്യ ശരീരം ലഭിക്കുന്നത്. ദേവന്മാർ പോലും ഇത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ദേവന്മാർക്ക് ഭഗവാനെ കാണണമെങ്കിലോ മോക്ഷം ലഭിക്കണമെങ്കിലോ അവരും മനുഷ്യ ശരീരം സ്വീകരിക്കണം. കാരണം ഈ ശരീരത്തിൽ ആ ശക്തിയുണ്ട്, മറ്റാരിലുമില്ലാത്ത ആ കഴിവുണ്ട്. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും തെരഞ്ഞെടുക്കാനും കഴിയുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണ്. ഈ തിരഞ്ഞെടുപ്പാണ്, ഈ സ്വതന്ത്ര ഇച്ഛാശക്തിയാണ് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിന്റെ ലക്ഷ്യമെന്താണ്? ഗീത 3 വഴികൾ കാണിച്ചു തരുന്നു: ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം. ആദ്യത്തെ വഴി ജ്ഞാനയോഗം, അതായത് അറിയാനുള്ള വഴിയാണിത്. സ്വയം അറിയുക, ഈ ലോകത്തെ അറിയുക, ദൈവത്തെ അറിയുക. ഈ വഴി അല്പം ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇതിലൂടെ സഞ്ചരിക്കുന്നവർ ശരിക്കും മാറും. രണ്ടാമത്തെ വഴി ഭക്തിയോഗം, അതായത് സ്നേഹത്തിന്റെ വഴി. ദൈവത്തെ സ്നേഹിക്കുക, ഭക്തിയോടെ ഇരിക്കുക, എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ ഓർക്കുക. മീരാഭായി ഈ വഴിയാണ് തെരഞ്ഞെടുത്തത്. കബീർദാസ് തെരഞ്ഞെടുത്തതും ഇതേ വഴിയാണ്. മൂന്നാമത്തെ വഴി കർമ്മയോഗം, അതായത് പ്രവൃത്തിയുടെ വഴി. സ്വന്തം ജോലി സത്യസന്ധമായി ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അഹങ്കാരമില്ലാതെ. ഈ 3 വഴികളും വ്യത്യസ്തമാണ്, പക്ഷെ ലക്ഷ്യസ്ഥാനം ഒന്നാണ്: ദൈവവുമായുള്ള ലയനം, മോക്ഷം.
ഇപ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, മോക്ഷം സന്യാസിമാർക്ക് മാത്രമുള്ളതാണോ? കുടുംബത്തിൽ കഴിയുന്ന, ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യന് ഒരു വഴിയുമില്ലേ? ഇതിന് ഗീത വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നു. തീർച്ചയായും ഉണ്ട്. ഭഗവാൻ കൃഷ്ണൻ അർജുനന് മനസ്സിലാക്കിക്കൊടുത്തത് ഇതുതന്നെയാണ്. അർജുനൻ ഒരു സന്യാസിയായിരുന്നില്ല. അവൻ ഒരു ക്ഷത്രിയനായിരുന്നു, ഒരു യോദ്ധാവായിരുന്നു. അവന്റെ വീട്ടിൽ കുടുംബമുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു, ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഭഗവാൻ ഈ അറിവ് നൽകിയത് അവനാണ്. അതായത്, ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കും പോരാടുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഈ അറിവ്. മോക്ഷത്തിനായി കാട്ടിലേക്ക് പോകേണ്ടതില്ല. കാഴ്ചപ്പാട് മാറ്റിയാൽ മതി. നോക്കൂ, നാം ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു. ഇതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം സ്നേഹത്തോടെയും അഹങ്കാരമില്ലാതെയും ചെയ്യുകയാണെങ്കിൽ, അതുതന്നെ കർമ്മയോഗമായി മാറും. അതായിരിക്കും പൂജ, അതായിരിക്കും ഭക്തി. ഗീതയുടെ 15-ാം അധ്യായം പറയുന്നു, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. അതായത്, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവം അമ്പലത്തിലല്ല, പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഈ തിരിച്ചറിവുണ്ടാകുന്ന ദിവസം ഓരോ പ്രവൃത്തിയും പവിത്രമാകും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അഹങ്കാരം. ഭഗവത്ഗീതയിൽ അഹങ്കാരത്തെ ഒരു വലിയ തടസ്സമായാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അഹങ്കാരം? ഞാൻ മാത്രമാണ്, എന്റേതാണ് എന്ന് പറയുന്ന ചിന്തയാണ് അഹങ്കാരം. ഞാനാണ് എല്ലാം. ഒരാൾ എപ്പോഴും തന്റെ പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ, ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതുമ്പോൾ, ഇതെല്ലാം അഹങ്കാരത്തിന്റെ രൂപങ്ങളാണ്. ദൈവത്തിലേക്കെത്തുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ അഹങ്കാരമാണ്. ഞാൻ ഉള്ളിടത്തോളം കാലം ദൈവവുമായുള്ള സംഗമം സാധ്യമല്ലെന്ന് ഗീത പറയുന്നു. ഞാൻ ഇല്ലാതാകുമ്പോഴാണ് അവൻ വരുന്നത്. കബീർദാസ് വളരെ മനോഹരമായി പറഞ്ഞു, ഞാൻ ഉള്ളപ്പോൾ ദൈവമില്ല, ഇപ്പോൾ ദൈവമുണ്ട്, ഞാനില്ല. അതായത്, എന്റെ അഹങ്കാരം ഉള്ളിടത്തോളം കാലം എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരം പോയപ്പോൾ എനിക്ക് ദൈവത്തെ ലഭിച്ചു. ഇത് കേൾക്കാൻ വളരെ ലളിതമാണെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഏറ്റവും വലിയ സാധന. ഈ ജന്മത്തിന്റെ വളരെ വലിയൊരു ലക്ഷ്യവും ഇതുതന്നെയാണ്. മറ്റൊരു വശം കൂടി ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നിഷ്കാമകർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വാർത്ഥതയുമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിഷ്കാമകർമ്മം. നാം എന്തു ചെയ്താലും അതിനു പിന്നിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടാകും. ജോലി ചെയ്യുന്നു, ശമ്പളം പ്രതീക്ഷിക്കുന്നു, ആരെങ്കിലും സഹായിക്കുന്നു, പ്രശംസ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങുന്നു. ഇത് തെറ്റല്ല. എന്നാൽ ഇതിനു മുകളിലേക്ക് ഉയരണമെന്ന് ഗീത പറയുന്നു. ഫലത്തിൽ ആഗ്രഹമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക, യാതൊന്നും ആവശ്യപ്പെടാത്ത ഭക്തി ചെയ്യുക. ഈ തലത്തിലെത്തുമ്പോൾ ഭഗവാൻ തന്നെ നിങ്ങൾക്കെല്ലാം നൽകും. ഗീതയിൽ അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഇതാണ്. സുഹൃത്തുക്കളെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അല്പം വിചിത്രമായി തോന്നിയേക്കാവുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇതാണ് ഗീതയിലെ സത്യം. ഈ ലോകത്തെല്ലാം മാറുന്നുവെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ മാറുന്നു, ബന്ധങ്ങൾ മാറുന്നു, കാലം മാറുന്നു. എന്നാൽ മാറാത്ത ഒരേയൊരു കാര്യമേയുള്ളൂ, അത് ആത്മാവാണ്. നിങ്ങളുടെ ശരീരത്തിന് പ്രായമാകും, അത് ദുർബലമാകും, ഒരു ദിവസം അത് നശിക്കും. എന്നാൽ നിങ്ങളെന്ന ആത്മാവ് അതെപ്പോഴും ഉണ്ടായിരുന്നു, ഉണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും. ഈ തിരിച്ചറിവോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. മരണം ശരീരത്തിനാണെന്നും ആത്മാവിനല്ലെന്നും അറിയുമ്പോൾ ഭയമില്ലാതാകുന്നു. മരണഭയം, നഷ്ടപ്പെടുമെന്ന ഭയം, എല്ലാം നഷ്ടപ്പെടുമെന്ന ഭയം എന്നിവയെല്ലാം അവസാനിക്കുന്നു. ഗീതയുടെ 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, വാസാംസി ജീർണാനി യഥാവിഹായ. മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതുപോലെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു. മരണമെന്നാൽ അവസാനിക്കുക എന്നല്ല അർത്ഥം. മരണമെന്നാൽ ഒരു ഘട്ടത്തിന്റെ അവസാനവും പുതിയൊരു ഘട്ടത്തിന്റെ തുടക്കവുമാണ്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടവർക്ക് ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അല്പം സമാധാനം ലഭിക്കുന്നു. ആ സമാധാനം നൽകുക എന്നതാണ് ഗീതയുടെ ദൗത്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഇനി എന്തു ചെയ്യും? ഗീത ഇതിന് വളരെ ലളിതമായ ഒരു ഉത്തരം നൽകുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ദിവസം സ്വയം മെച്ചപ്പെടാനും മറ്റാരെയെങ്കിലും സഹായിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനുമുള്ള ഒരു അവസരമാണെന്ന് ഓർക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മുന്നിലുള്ള ജോലി പൂർണ്ണ സത്യസന്ധതയോടും അർപ്പണബോധത്തോടും കൂടി ചെയ്യുക. അത് വീട്ടുജോലിയായാലും ഓഫീസ് ജോലിയായാലും കുട്ടികളെ പഠിപ്പിക്കുന്നതായാലും. ഇതാണ് കർമ്മയോഗം. മൂന്നാമത്തെ കാര്യം, ആരോടും പകയോ വെറുപ്പോ പാടില്ല. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇതൊരു ബലഹീനതയല്ല, ഇതാണ് ഏറ്റവും വലിയ ശക്തി.
നാലാമത്തെ കാര്യം, ദിവസവും ദൈവത്തോട് സംസാരിക്കുക. പൂജയിലല്ല, ഹൃദയത്തിൽ നിന്ന്. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ പറയുക, ദൈവമേ, ഇന്ന് ഞാനിത് ചെയ്തു, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരൂ. ഇതുമാത്രം മതി. ഗീത നമ്മെ പഠിപ്പിക്കുന്ന വളരെ ആഴത്തിലുള്ള മറ്റൊരു കാര്യമാണ് സമത്വം. അതായത് ഏത് സാഹചര്യത്തിലും ഒരുപോലെ ഇരിക്കുക. സന്തോഷത്തിലധികം അഹങ്കരിക്കാതിരിക്കുക, ദുഃഖത്തിൽ തളരാതിരിക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നാം, പക്ഷേ അസാധ്യമല്ല. സന്തോഷവും ദുഃഖവും താൽക്കാലികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, രണ്ടും വന്നും പോയുമിരിക്കുമെന്നറിയുമ്പോൾ, അപ്പോൾ സന്തോഷത്തിൽ നിങ്ങൾ അധികം തുള്ളിച്ചാടില്ല, ദുഃഖത്തിൽ നിങ്ങൾ അധികം വീഴുകയുമില്ല. ഈ സമത്വം നിങ്ങൾക്ക് പുറത്തുനിന്ന് ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത വലിയൊരു ശക്തി നൽകുന്നു. ഗീതയുടെ 6-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു, സമഃ ശത്രൗ ച മിത്രേ ച. അതായത് ശത്രുവിനോടും മിത്രത്തിനോടും ഒരേ മനോഭാവം പുലർത്തുക. ഇതെങ്ങനെ സാധിക്കുമെന്ന് കേൾക്കുമ്പോൾ തോന്നും. എന്നാൽ സാധന ചെയ്യുന്ന ഒരാൾക്ക്, എല്ലാ ദിവസവും തന്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ഇത് ക്രമേണ സാധ്യമാകും. നോക്കൂ, ഇന്നത്തെ ലോകത്ത് നാം എല്ലാവരും വളരെ തിരക്കിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിലാണ്, ജോലിയിലാണ്, ടെൻഷനിലാണ്. ഞാൻ സുഖമായിരിക്കുന്നോ എന്ന് നമ്മൾ ഒരിക്കൽ പോലും നിന്ന് സ്വയം ചോദിക്കുന്നില്ല. ഞാൻ സന്തോഷവാനാണോ, എനിക്കെന്താണ് വേണ്ടത്? രാത്രി തനിച്ചാകുമ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നു. വിചിത്രമായ ഒരു ഏകാന്തത. എന്താണ് ഈ ശൂന്യത? ഈ ശൂന്യത ആത്മാവിന്റെ വിളിയാണ്. പുറത്ത് ഒരുപാട് തിരഞ്ഞു, ഇനി ഉള്ളിലേക്ക് വരൂ, നിന്റെ ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ശബ്ദമാണിത്. ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് ഗീത കാണിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയുടെ 9-ാം അധ്യായത്തിൽ പറഞ്ഞു, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ. അതായത് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ എന്നെ മാത്രം സ്മരിക്കുന്നവരെ ഞാൻ തന്നെ സംരക്ഷിക്കുന്നു. ഇതൊരു മനുഷ്യൻ നൽകിയ വാഗ്ദാനമല്ല, സാക്ഷാൽ ഭഗവാൻ നൽകിയ വാഗ്ദാനമാണിത്. ഭഗവാന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടില്ല. എപ്പോഴും കൂടെയുണ്ടാകുന്ന, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദൈവമാണ്. അവിടേക്കെത്തുന്നതിനുള്ള വഴി ദൈവത്തെ ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ഭഗവാന്റെ നാമം ഹൃദയത്തിൽ കുടിയിരുത്തുക എന്നതാണ്. ഇനി ഇതെല്ലാം കൂടുതൽ വ്യക്തമാക്കുന്ന ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ഗുരു. ഗീതയിലെ 4-ാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അതായത് അറിവ് നേടുന്നതിന് ഒരു ജ്ഞാനിയുടെ അടുത്ത് പോവുക, അവരുടെ മുന്നിൽ വിനയത്തോടെ വണങ്ങുക, സേവനം ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഗുരുവിന്റെ പ്രാധാന്യം എപ്പോഴും ഏറ്റവും ഉയർന്നതാണ്. പഠിപ്പിക്കുന്നവൻ മാത്രമല്ല ഗുരു. അന്ധകാരത്തിൽ വെളിച്ചം കാണിക്കുന്നവനാണ് ഗുരു. സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നവൻ, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താൻ സഹായിക്കുന്നവൻ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത്തരമൊരു ഗുരു ഉണ്ടായിരിക്കണമെന്നില്ല, എന്നാൽ ഗീത തന്നെ ഒരു ഗുരുവാണ്. ആത്മാർത്ഥ മനസ്സോടെ ഇത് വായിക്കുന്നവർക്ക് ഇത് വഴി കാണിച്ചു തരുന്നു. ആളുകൾ പലപ്പോഴും മറക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് സേവനം. മറ്റുള്ളവരെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതാണെന്ന് ഗീത പറയുന്നു. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ഭക്ഷണം നൽകുകയാണ്. കരയുന്ന ഒരാളെ നിങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് ആശ്വസിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ദുർബലനെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കൈകളായി മാറുന്നു. ഈ സേവന മനോഭാവം, ഇതുതന്നെയാണ് ഈ ജന്മത്തിന്റെ വലിയൊരു ലക്ഷ്യം. മറ്റുള്ളവരെ ആത്മാർത്ഥമായി സേവിക്കുന്ന മനുഷ്യന് അവന്റെ സ്വന്തം ദുഃഖങ്ങൾ താനെ കുറയും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, പ്രകൃതിയുടെ നിയമമാണിത്. സുഹൃത്തുക്കളെ, നാം ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ സ്വയം അറിയുക, മായയെ മറികടക്കുക, നിഷ്കാമകർമ്മം ചെയ്യുക, സമത്വം കാത്തുസൂക്ഷിക്കുക, സേവനം ചെയ്യുക, ദൈവത്തെ സ്നേഹിക്കുക. ഇതെല്ലാം ചേരുമ്പോഴാണ് ശരിക്കും ജീവിക്കാൻ അർഹമായ ഒരു ജീവിതം രൂപപ്പെടുന്നത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. വീടും കുടുംബവും ഉപേക്ഷിക്കേണ്ടതില്ല. കാഴ്ചപ്പാട് മാറ്റിയാൽ മതി. ഒന്ന് നിന്ന് ചിന്തിക്കുക, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ എന്തു ചെയ്യണം? ഈ ചിന്ത, ഈ അവബോധം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കും. ഗീതയുടെ അവസാനത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നു, കച്ചിദേതശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ. അതായത്, ഹേ അർജുന, നീ ഇതെല്ലാം ഏകാഗ്രതയോടെ കേട്ടുവോ? അപ്പോൾ അർജുനൻ പറയുന്നു, അതെ, എന്റെ മോഹം നശിച്ചു, എനിക്ക് ഓർമ്മ വന്നു, ഞാൻ തയ്യാറാണ്. ഗീതയുടെ അറിവ് ശരിക്കും ഹൃദയത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. മോഹം പോകുന്നു, ഭയം പോകുന്നു, മിഥ്യാധാരണകൾ പോകുന്നു. പിന്നെ അവശേഷിക്കുന്നത് വ്യക്തതയും സമാധാനവും ലക്ഷ്യവുമാണ്. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ആ ലക്ഷ്യത്തോടെ ജീവിക്കുക എന്നതാണ് ഈ ജന്മത്തിന്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശരി, ഇതെല്ലാം മനസ്സിലായി, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം? തുടക്കം വളരെ ലളിതമാണ്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ 5 മിനിറ്റ് നിൽക്കുക.
ഫോൺ താഴെ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഈ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക: ഇന്ന് ഞാൻ എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? സ്വയം വിധിക്കരുത്. സ്വയം നോക്കിക്കാണുക. നാളെ കുറച്ചുകൂടി മികച്ചവനാകാൻ ശ്രമിക്കുക. ഇതാണ് സാധന. ഇതാണ് യോഗം. ഇതാണ് ഗീതയുടെ യഥാർത്ഥ സന്ദേശം. പതുക്കെ പതുക്കെ ഓരോ ദിവസവും നിങ്ങളാകാൻ ആഗ്രഹിച്ച ആ മനുഷ്യനായി നിങ്ങൾ മാറും. ഈ ജന്മത്തിന്റെ ലക്ഷ്യം നിറവേറുന്നതായി അന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. സുഹൃത്തുക്കളെ, ദൈവം ഈ മനുഷ്യ ശരീരം വെറുതെയങ്ങ് നൽകിയിട്ടുള്ളതല്ല. ഇതൊരു സമ്മാനമാണ്. വീണ്ടും വീണ്ടും വരാത്ത ഒരവസരമാണിത്. തിന്നാനും കുടിക്കാനും ഉറങ്ങാനും മാത്രമായി ഇത് പാഴാക്കരുത്. ഏത് ലക്ഷ്യത്തിനായാണോ ഇത് ലഭിച്ചത് അതിനായി ഇത് ഉപയോഗിക്കുക. നിങ്ങളെ തന്നെ അറിയുക, ദൈവത്തെ അറിയുക, മറ്റുള്ളവരെ സഹായിക്കുക, എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യുക. ഇതുമാത്രം മതി. ഗീത പറയുന്നത് ഇതുമാത്രമാണ്. ദൈവം ആഗ്രഹിക്കുന്നതും ഇതുമാത്രമാണ്. ഓർക്കുക, ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്: മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു. അതായത്, നിന്റെ മനസ്സ് എന്നിൽ അർപ്പിക്കുക, എന്റെ ഭക്തനാകുക, എന്നെ നമസ്കരിക്കുക, നിനക്കെന്നെ പ്രാപിക്കാം. ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി എന്താണുണ്ടാകുക? ഇതിനേക്കാൾ ലളിതമായ കാര്യം വേറെ എന്താണ്? ഹൃദയം കൊണ്ട് അവനുമായി ബന്ധപ്പെടുക എന്നതാണ് പ്രധാനം. ഒരിക്കൽ ഈ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ ഒരു കഷ്ടപ്പാടിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഒരു ബുദ്ധിമുട്ടിനും നിങ്ങളെ തടയാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഈ യാത്ര അവസാനിക്കുന്നില്ല. ഈ യാത്ര നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ. ജയ് ശ്രീകൃഷ്ണ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ, ഒരൊറ്റ കാര്യമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചതായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക. അതിലൂടെ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.